നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാടിന് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. പാലക്കാട് രേഖപ്പെടുത്തിയത് 41.3 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് വൈകിയതിനെതിരെ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ഓപ്പൺ വോട്ട് അട്ടിമറി, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഡൽഹി പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾക്ക് ഡൽഹി പോലീസ് ഇന്ന് നോട്ടീസ് നൽകും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോട് ചോദ്യം ചെയ്യലിനായി നാളെ ഹാജരാകണമെന്ന് പോലീസ്. ലൈംഗികാതിക്രമ കേസിൽ ഉൾപ്പെട്ട പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ JDS-ൽ നടപടിക്ക് സാധ്യത. തീരുമാനമെടുക്കാൻ JDS കോർ കമ്മിറ്റി യോഗം ഇന്ന് ഹുബ്ബള്ളിയിൽ. പ്രജ്വലിനെതിരെയുള്ള കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ NDA നേതൃത്വം. മണിപ്പൂരിൽ 6 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ്. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുക. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനിടെ നടന്ന സംഘർഷത്തെ തുടർന്നാണ് റീപോളിംഗ്. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരായ EDയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യൽ വേണ്ടെന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവും സമൻസിനെതിരായ തോമസ് ഐസക്കിന്റെ ഹർജിയും തള്ളണമെന്നാവശ്യപ്പെട്ടാണ് EDയുടെ അപ്പീൽ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED വീണ്ടും ചോദ്യം ചെയ്യും. കേസിൽ MM വർഗീസിനെ ചോദ്യം ചെയ്തത് 6 തവണ. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും കീഴ്ഘടകങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഏത് ഉപാധികളും അനുസരിക്കാമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിതയുടെ സമരം ഇന്നും തുടരും. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലാണ് സമരം. മൊഴി രേഖപ്പെടുത്തിയ ഗൈനക്കോളജിസ്റ്റ് KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് സമരം. മലപ്പുറം കരിങ്കല്ലത്താണിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നാട്ടുകാരിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ യുവതി മരിച്ചതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ നിയമിച്ച സംഘത്തിന്റെ അന്വേഷണം തുടരുന്നു. മെഡിക്കൽ കോളേജിലെ 4 ഡോക്ടേഴ്സ് സംഘത്തിൽ. കോഴിക്കോട് വെള്ളയിൽ കൊലക്കേസ് പ്രതിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകാന്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന സംശയത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. കേസ് അന്വേഷിക്കുന്നത് കോഴിക്കോട് ടൗൺ ACP V സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് മാലോത്ത് ജലക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും മോട്ടോർ ഉപയോഗിച്ച് തോട്ടിൽ നിന്ന് അനധികൃത ജലമൂറ്റൽ തുടരുന്നതായി പരാതി. അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. കാസർഗോഡ് ജില്ലയിലെ അതിർത്തി സ്ഥലങ്ങളിൽ പോലീസിന്റെ അത്യാധുനിക ANPR ക്യാമറകൾ പ്രവർത്തനം തുടങ്ങി. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ കൃത്യമായി കാണാൻ കഴിയും. സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് പണവും സ്വർണവും കവർന്നയാൾ പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് കോഴിക്കോട് പാലാഴ് സ്വദേശി സനൂപ്. തിരുവനന്തപുരം കണിയാപുരത്ത് സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടം. ആർക്കും പരിക്കില്ല. മെഡിക്കൽ സ്റ്റോറിന്റെ മുൻഭാഗത്തെ കൗണ്ടർ തകർന്നു. അന്തരിച്ച കഥാകൃത്ത് അഷ്റഫ് ആടൂരിന്റെ സ്മരണയ്ക്കായി അഷ്റഫ് ആടൂർ സൗഹൃദ കൂട്ടായ്മ യുവ എഴുത്തുകാരുടെ പ്രസിദ്ധീകരിക്കാത്ത കഥകൾക്ക് ഏർപ്പെടുത്തിയ 5ാമത് കഥാപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശ്യാം കൃഷ്ണന്റെ തങ്കപുഷ്പം, ജിൻഷ ഗംഗയുടെ മട എന്നീ കഥകൾക്കാണ് പുരസ്കാരം. ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി SCES സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സ്വിച്ച് 2024 ഇലക്ട്രിക്കൽ ആൻഡ് പമ്പിംഗ് മെഗാ എക്സ്പോ മെയ് 4-5 തീയതികളിൽ നടക്കും. മലപ്പുറം, തിരൂർ, തുഞ്ചൻ പറമ്പിലാണ് എക്സ്പോ നടക്കുക. മലപ്പുറം നിലമ്പൂരിൽ ബൈക്ക് യാത്രികരെ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ആക്രമണമുണ്ടായത് കഴിഞ്ഞ മാസം 21-ന്. ഉദയംപേരൂരിൽ കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കൊച്ചിൻ പോർട്ട് ഡെപ്യൂട്ടി വാർഡ് സൂപ്രണ്ട്
ഇലഞ്ഞിമുട്ടിൽ രാകേഷ് സുഭാഷ്. പെരുമ്പാവൂരിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന അസം സ്വദേശി പിടിയിൽ. അറസ്റ്റിലായത് സദിഖുൽ ഇസ്ലാം. 36 കുപ്പി ഹെറോയിൻ കണ്ടെടുത്തു. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ മോഷണം. ആളില്ലാത്ത വീട്ടിൽ നിന്ന് 42 പവൻ മോഷ്ടിച്ചു. കാവിൻപുറം ജിസ്മി ജേക്കബിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചു സുപ്രീം കോടതി. വയനാട് സ്വദേശി ശ്യാം ബാലകൃഷ്ണനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. കൊല്ലം നഗരം ഇരുട്ടിൽ. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും പരിസരത്തും റോഡിലും വെളിച്ചമില്ല. നടപടി സ്വീകരിക്കാതെ അധികൃതർ. കൊല്ലം ഗോവിന്ദമംഗലത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടുപന്നി ശല്യം തടയാൻ നടപടി ആവശ്യപ്പെട്ട് കർഷകർ. ആലപ്പുഴ കൈനകരിയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. തണ്ണീർമുക്കം ബണ്ട് കൂടി തുറന്നതോടെ കൈനകരി പഞ്ചായത്തിലെ 15 വാർഡിലും ശുദ്ധജലം ലഭിക്കുന്നില്ല എന്ന് പരാതി. കോട്ടയം കരിയാർ സ്പിൽവേ തുറക്കാൻ നടപടിയില്ല. പോളയും പുല്ലും നിറഞ്ഞ കരിയാറും തോടുകളും. അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് ആക്ഷേപം. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. ജൂൺ 16 നടത്താനിരുന്ന UGC നെറ്റ് പരീക്ഷ ജൂൺ 18 മാറ്റി. അതേ ദിവസം UPSC പരീക്ഷ നടക്കുന്നതിനാലാണ് തീയതി മാറ്റിയത്. കോഴിക്കോട് പെരുവണ്ണാമൊഴി ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള ജലവിതരണം ഇന്ന് പൂർണ്ണമായി മുടങ്ങും. ചക്കിട്ടപ്പാറ സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ മൊബൈൽ ആപ്ലിക്കേഷൻ, ഹോം ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്ക് മുതിർന്ന പൗരന്മാർക്ക് പ്രവേശനം നൽകുന്നു. സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ട് വന്ന് അംഗത്വം നേടാം. തിരുവനന്തപുരം കേരള സർവകലാശാല കാര്യവട്ടം കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ M.Tech കമ്പ്യൂട്ടർ സയൻസിൽ സീറ്റ് ഒഴിവ്. ഇന്ന് വൈകിട്ട് വരെ അപേക്ഷ നൽകാം. കോഴിക്കോട് മാങ്കാവ് കണ്ണിപറമ്പ് റോഡിൽ ഇന്ന് ഗതാഗതം നിയന്ത്രിക്കും. പാലത്തുംകുഴി ഡ്രൈനേജ് പ്രവൃത്തി നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തെ ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. അടുത്ത മാസം 20 വരെ അപേക്ഷ നൽകാം. സംരംഭകർക്കായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 3 ദിവസത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 6 മുതൽ 8 വരെ കളമശ്ശേരി KIED ക്യാമ്പസിലാണ് പരിശീലനം. നോക്കാമിനി ദേശീയ വാർത്തകൾ. ജമ്മുകശ്മീരിൽ കനത്ത മഴ. കുപ്വാരയിൽ വെള്ളപ്പൊക്കത്തിൽ റോഡുകളും കെട്ടിടങ്ങളും തകർന്നു. പ്രളയ സമാന സാഹചര്യം. സംസ്ഥാനത്തെ വരൾച്ച കൈകാര്യം ചെയ്യുന്നതിന് കർണാടക സർക്കാരിന് 3400 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രം സുപ്രീം കോടതിയിൽ. 196 താലൂക്കുകളെ വരൾച്ച സാരമായി ബാധിച്ചെന്ന് റിപ്പോർട്ട്. ബോംബ് ഭീഷണിയുണ്ടായ ജയ്പൂർ, നാഗ്പൂർ, ഗോവ വിമാനത്താവളത്തിൽ സുരക്ഷ ശക്തമാക്കിയ അധികൃതർ. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉത്തർപ്രദേശിലെ ജലൗൻ ജില്ലാ സെഷൻസ് കോടതിയിൽ വൻ തീപിടുത്തം. കോടതിക്ക് സമീപമുള്ള അഭിഭാഷകരുടെ ചേംബറിലാണ് തീപിടുത്തം ഉണ്ടായത്. ഊട്ടി കൊടൈക്കനാൽ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി. അടുത്ത മാസം 7 മുതൽ ജൂൺ 30 വരെ പാസ് ഇല്ലാത്തവർക്ക് യാത്രകൾക്ക് അനുമതി ഉണ്ടാകില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിലാണ് നടപടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്റർ പറന്നുയരുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായത് ആശങ്ക സൃഷ്ടിച്ചു. ബീഹാറിലെ ബഗുസരായിലാണ് സംഭവം. കനത്ത ചൂടിനെ തുടർന്ന് 8ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾക്ക് അവധി പ്രഖ്യാപിച്ച് ജാർഖണ്ഡ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ക്ലാസുകൾ നിർത്തിവെക്കാൻ നിർദ്ദേശം. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഡ്രോൺ വഴി മയക്കുമരുന്ന് കടത്താൻ ശ്രമം. ചൈനീസ് നിർമ്മിത ഡ്രോൺ കണ്ടെടുത്ത് BSF. ഡൽഹി ആഗ്ര ഹൈവേയിലെ പൈപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്ന് വിലയിരുത്തൽ. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ.
യും യുക്രൈനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പൂർത്തിയായി. യുക്രൈന്റെ പ്രധാന വ്യവസായങ്ങളുടെ പുനർനിർമ്മാണത്തിന് CEPA പിന്തുണ നൽകും. യുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും. റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകളിലെ മലയോര മേഖലകളിൽ മഴ ശക്തം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തായ്വാനിൽ നിന്നുള്ള മത്സ്യങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കുമുള്ള നിരോധനം നീക്കാൻ ചൈന. വാർത്ത പുറത്തുവിട്ട് സെൻട്രൽ ന്യൂസ് ഏജൻസി തായ്വാൻ. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 4 ചൈനീസ് നാവിക കപ്പലുകൾ രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഫ്രാൻസ്, സെർബിയ, ഹംഗറി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. മെയ് 5 മുതൽ 10 വരെയാകും സന്ദർശനം. പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖയിൽ തോക്കിൻ മുനയിൽ നിർത്തി തട്ടിക്കൊണ്ടുപോയ പാക് ജഡ്ജിയെ മോചിപ്പിച്ചു. ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി ഷക്കീറുള്ള മറവത്തിനെയാണ് തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയത്. ഉത്തര കൊറിയയുമായുള്ള ആണവ സഹകരണം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ തള്ളി ഇറാൻ. ആണവ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വാർത്ത അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ്. റഷ്യയിലെ നോർത്ത് കോക്കസ് മേഖലയിലെ പോലീസ് ചെക്ക് പോസ്റ്റിൽ ഭീകരാക്രമണം. 7 പേർ കൊല്ലപ്പെട്ടു, 4 ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു. ചുഴലിക്കാറ്റിൽ വലഞ്ഞ് അമേരിക്ക. ഒക്ലഹോമയിൽ കനത്ത നാശനഷ്ടം, 4 മരണം, 100ഓളം പേർക്ക് പരിക്കേറ്റു. 20,000ഓളം പേരുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇന്ത്യയിലെ സ്റ്റുഡന്റ് വിസ അപേക്ഷകൾക്ക് മുൻഗണന നൽകുമെന്ന് അമേരിക്ക. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കോൺസുലേറ്റുകൾക്ക് നിർദ്ദേശം നൽകിയെന്ന് US അംബാസിഡർ എറിക് ഗാസെറ്റി. റിയാദിൽ 2 ദിവസമായി നടന്ന ആഗോള സാമ്പത്തിക ഫോറം സമാപിച്ചു. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ നടത്തി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് സൗദി വിദേശകാര്യമന്ത്രി. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. രാജ്യത്തെ വിനിമയങ്ങളിൽ ഇപ്പോഴും കറൻസി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് കണക്കുകൾ. നോട്ട് നിരോധനവും 2000 രൂപ നോട്ട് പിൻവലിക്കലും ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹനവും വന്നിട്ടും കറൻസി പ്രചാരം ഇരട്ടിയായെന്ന് റിപ്പോർട്ട്. കോവിഷീൽഡ് വാക്സിന് അപൂർവമായ പാർശ്വഫലമുണ്ടെന്ന് സംബന്ധിച്ച് നിർമ്മാതാക്കളായ അസ്ട്രാസെനേക്ക ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ വിശദാംശങ്ങൾ പുറത്ത്. പ്രീപെയ്ഡ് വാലറ്റുകൾ ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം. ട്രാക്ക് ചാർജ് ടെക്നോളജീസ് പ്രീപെയ്ഡ് വാലറ്റ് സേവനങ്ങൾ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്. ടെസ്ലയുടെ തദ്ദേശീയമായി നിർമ്മിച്ച കാറുകളിലെ ഡാറ്റാ സെക്യൂരിറ്റിക്ക് അനുമതി നൽകി ചൈന. തീരുമാനം ഇലോൺ മസ്കിന്റെ അപ്രതീക്ഷിത ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെ. നിസാൻ മാഗ്നറ്റിന്റെ വാർഷിക വിൽപ്പന 30,000 യൂണിറ്റിന് മുകളിലെത്തിയതായി റിപ്പോർട്ട്. നേട്ടം തുടർച്ചയായ 3-ാം വർഷം. ഇംഗ്ലീഷ് പഠിക്കാൻ AI ടൂൾ പുറത്തിറക്കി ഗൂഗിൾ. ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളിൽ ലഭ്യമാകും. ഗൂഗിൾ സെർച്ച് ലാബിലൂടെ ഉപയോക്താക്കൾക്ക് ടൂൾ ഉപയോഗിക്കാൻ. വൻ നിക്ഷേപവും വിപുലമായ പദ്ധതികളുമായി ഫോർഡ് ഇന്ത്യയിലേക്ക്. എവറസ്റ്റ് SUV ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി. കരുത്താർജിച്ച ഇന്ത്യയുടെ ഔഷധ കയറ്റുമതി മേഖല. 2023-24 ഇന്ത്യയുടെ ഔഷധ കയറ്റുമതി 9.67% ഉയർന്നു. ഒല ക്യാബ് CEO ഹേമന്ത് ബക്ഷി രാജിവെച്ചു. ചുമതലയേറ്റെടുത്ത് 4 മാസത്തിന് ശേഷമാണ് രാജി. പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി 10% പേർക്ക് ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ടുകൾ. നോക്കാം ഇനി കായിക വാർത്തകൾ. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അനായാസ ജയം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മയ്ക്ക് ഇന്ന് 38-ാം പിറന്നാൾ. പ്രിയ ഹിറ്റ്മാന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ക്രിക്കറ്റ് ലോകം. ISL സെമിഫൈനലിൽ FC ഗോവയ്ക്കെതിരെ ആധികാരിക ജയവുമായി മുംബൈ സിറ്റി FC. ഗോവയെ എതിരില്ലാത്ത 2 ഗോളിന് കീഴടക്കിയാണ് മുംബൈ സിറ്റി കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. കൊൽക്കത്തയിൽ നടക്കുന്ന ഫൈനലിൽ മോഹൻ ബഗാനാണ് മുംബൈയുടെ എതിരാളികൾ. ISL ഫൈനലിൽ ഒരുങ്ങുന്ന മോഹൻ ബഗാൻ തിരിച്ചടി. മോഹൻ ബഗാൻ താരം അർമാന്തോ സദിക്കുവിന് 4 മത്സരങ്ങളിൽ വിലക്ക്. AIFFന്റെ നടപടിയാണ്. സെമിയിലെ ആദ്യ പാദത്തിൽ കിട്ടിയ ചുവപ്പ് കാർഡാണ് താരത്തിന് വിനയായത്.
സീസണിനൊടുവിൽ ചെൽസി വിടുമെന്ന് ബ്രസീൽ പ്രതിരോധ താരം തിയാഗോ സിൽവ. കഴിഞ്ഞ 4 വർഷമായി പ്രീമിയർ ലീഗ് ക്ലബിനൊപ്പം കളിക്കുകയാണ് 39-കാരനായ തിയാഗോ. IPL-ൽ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ മുംബൈ ഇന്ത്യൻസിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് ആണ് എതിരാളികൾ. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ആരാധകരെ ആവേശത്തിലാഴ്ത്തി ഫഹദ് ഫാസിൽ ചിത്രം ആവേശത്തിലെ ഗാനം പുറത്ത്. അർമാദം എന്ന വീഡിയോ ഗാനമാണ് റിലീസായത്. നിവിൻ പോളി നായകനായെത്തുന്ന ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുടെ പുതിയ ടീസർ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. ഡിജോ ജോസ് ആന്റണിയാണ് സംവിധാനം. സഞ്ജു വി സാമുവൽ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന കപ്പ് എന്ന ചിത്രത്തിന്റെ 2ാമത്തെ വീഡിയോ ഗാനം പുറത്തിറങ്ങി. സംഗീതം ഷാൻ റഹ്മാൻ. തമന്ന പ്രധാന വേഷത്തിലെത്തുന്ന അരൺമനൈ 4 എന്ന ചിത്രത്തിലെ ഗാനം പുറത്ത്. മീനാക്ഷി ഇളയരാജയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഷെയ്ൻ നിഗം ചിത്രം ലിറ്റിൽ ഹാർട്സ് വരുന്നു. എബി തെരേസയും ആന്റോ ജൂസും ചേർന്നാണ് സംവിധാനം. മഹിമ നമ്പ്യാരാണ് നായികയായി എത്തുക. അൽതാഫ് സലീം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം എറണാകുളത്ത് ആരംഭിച്ചു. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, രേവതി പിള്ള എന്നിവർ പ്രധാന വേഷത്തിലെത്തും. നാഗചൈതന്യയും പൂജ ഹെഗ്ഡെയും ഒരുമിക്കുന്ന ചിത്രം വരുന്നു. സംവിധാനം കാർത്തിക് ദന്തു. അജിത് നായകനായെത്തുന്ന പുതിയ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ ചിത്രീകരണം മെയ് 2-ന് തുടങ്ങുമെന്ന് റിപ്പോർട്ട്. സംവിധാനം ആദിക് രവിചന്ദ്രൻ. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. വേൽമുരുക ഹരോഹര എന്ന ഗാനം കേട്ടാൽ ഡാൻസ് ചെയ്യാത്ത മലയാളികളില്ല. ഗാനത്തിനൊപ്പം ചൂടുവെക്കുന്ന വിദേശിയാണിപ്പോൾ സൈബറിടത്ത് താരം. ഫാക്ട് ചെക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ ഉത്തർപ്രദേശിൽ വലിയ പ്രതിഷേധം നടക്കുന്നു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. രാജസ്ഥാനിലെ ബൻസുര മണ്ഡലത്തിൽ നിന്നുള്ള ഭാരത് ആദിവാസി പാർട്ടി സ്ഥാനാർത്ഥി രാജ്കുമാർ റോട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന വീഡിയോ ആണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. പെറുവിൽ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ അപകടം, 25 പേർ മരിച്ചു. കൊളംബിയയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. 9 കൊളംബിയൻ സൈനികർക്ക് ദാരുണാന്ത്യം. നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ വെടിവെപ്പ്. 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഒഡീഷയിൽ ബസ് മറിഞ്ഞ അപകടം, 20-ലധികം പേർക്ക് പരിക്കേറ്റു. അപകടം ജഗൽസിംഗാപൂരിൽ. നാഗാലാൻഡിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്ത അസം റൈഫിൾസ്. 10 പിസ്റ്റലുകൾ, മോട്ടോ ട്യൂബുകൾ തുടങ്ങിയവ കണ്ടെത്തി. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. സംസ്ഥാന ഡാം സുരക്ഷാ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സത്യവാങ്മൂലമായി ഫയൽ ചെയ്ത് കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ കേസ് ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടി. അമേരിക്കയിൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നു. 16 സംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആവശ്യമെങ്കിൽ പട്ടാളത്തെ ഇറക്കുമെന്ന് US സ്പീക്കർ മൈക്ക് ജോൺസ്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.